ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. ബാഗൊക്കെ തൂക്കി ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ സമയം 5:30 ആയിട്ടോ. അപ്പം ഞാനിപ്പോൾ എന്തിനാ ഈ 5:30 എന്നൊക്കെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ സംഭവമൊന്നുമല്ല, ശിവരാത്രിയാണ്. ശിവരാത്രിയുടെ ഭാഗമായിട്ട് മൗറീഷ്യസിലെ ഗംഗാതാളം എന്ന് പറയുന്ന ഒരമ്പലത്തിൽ ശിവരാത്രി ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് നിന്നും എല്ലാവരും ഈ അമ്പലത്തിലേക്ക് നടന്നാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളും ആ ഒരു നടന്നു പോകുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന്. ഇവിടുന്ന് നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10-20 കിലോമീറ്ററോളം നമ്മൾ നടക്കണം കേട്ടോ. അപ്പം മോളെയും കൊണ്ടാണ് പോകുന്നത്. അവളെ സ്ട്രോളറിൽ ഇരുത്തിയിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഫുഡൊന്നും നമ്മൾ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഫുഡുകൾ ഇവിടുത്തെ ആളുകൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഫുഡുകളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായിട്ട്, മേ ബി അതൊരു ഫാമിലി ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ജീത്തു ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി, അത് ഞാൻ എക്സാമ്പിൾ പറയണം, അതൊരു ഫാമിലി ആയിരിക്കും. അവർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഗ്രാൻഡ് ചിൽഡ്രൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ടാവുമായിരിക്കും കേട്ടോ. അവരെല്ലാവരും കൂടെ കൂടിയിട്ടായിരിക്കും ഈ ഫുഡൊക്കെ ഇതുപോലെ വിതരണം ചെയ്യുന്നത്. ഇത് കണ്ടു നോക്കൂ നിങ്ങൾ. കണ്ടോ, ഇതുപോലെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഇത്രയും ദൂരം നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഏകദേശം 1.5 കിലോമീറ്റർ നടന്നു കേട്ടോ. അതായത് 1.5 കിലോമീറ്റർ നടന്നിട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും 3 കിലോമീറ്റർ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം 3.5 കിലോമീറ്റർ നടന്ന് ഇപ്പോൾ ഇതേതാ സ്ഥലം, വാക്കുവല്ലേ, വാക്വ ഫിനിക്സ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട് ദൂരം നടക്കും. ഇനി എത്ര മണിക്കൂറുണ്ടാവും? ഒരു 3 മണിക്കൂറുണ്ടാവും. നമ്മൾ നടക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. 3:45 ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ ഇരിക്കും. നമ്മൾ ഇരുന്ന് ഞങ്ങൾ ക്ഷീണം പറ്റി നടക്കുന്നുള്ളൂ. ഫാസ്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോൾ സ്ലോലി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. പിൽഗ്രിംസ് ആയിട്ടുള്ള ആളുകൾക്കും കൊടുക്കുന്നുണ്ട്, അല്ലാത്ത നോർമലായിട്ടുള്ള ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. I was touching you. Why? I just moving the stroller still here. Okay. നല്ല കാറ്റുണ്ട്, നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അവള് സ്ട്രോളറിൽ ഇരിക്കുന്നതുകൊണ്ട് അവൾക്ക് നല്ല സുഖമാണ്. തള്ളിക്കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഇനി നമ്മൾ നടക്കാൻ പോവാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കൊക്കെ നല്ല തിരക്ക് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കുറേ കൺവേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ വളരെ വിജനമായ ഒരു സ്ഥലത്തൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ ഇതുപോലെ ടെൻറ്റ് പോലെ കെട്ടി വെച്ചിട്ട് അവിടെ അവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോർമലി ഇതിലൂടെ പോകുമ്പോൾ ആരും ഉണ്ടാവാറില്ല. എനിവേ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അടിപൊളി ടയർഡായി. നല്ല അടിപൊളിയായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലൊക്കെ അപ്പോഴേ വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോളായിരുന്നു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് മഴ പെയ്യുമെന്നുള്ളതായിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്ട്രോളറിന് വേണ്ടിയിട്ട് ഒരു കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട്. റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാരണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൗറീഷ്യസിൽ ഇപ്പോൾ സൈക്ലോൺ വാർണിംഗ് വന്ന് ഇരിക്കുന്ന സമയം കൂടിയാണ് കേട്ടോ. എന്തായാലും മഴ പെയ്യുന്നത് നമുക്ക് ഉറപ്പാണ്.
പക്ഷെ ആ മഴയുടെ കാഠിന്യം എത്രയെന്നുള്ളത് മാത്രമാണ് എൻ്റെ കൺസേൺ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ആർച്ച് ഉണ്ടല്ലോ, അത് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ ഉടനത്തെ അമ്പലമാണ് നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരുപാട് ദൂരം നമ്മൾ നടക്കണം കേട്ടോ. എന്തെങ്കിലും പറയണ്ടോ? നല്ല അടിപൊളി, കാലും ഒക്കെ അടിപൊളിയായിട്ട് വേദനയാവുന്നുണ്ട്. മഴയായത് കാരണമാണെന്ന് തോന്നുന്നു. നല്ല ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ നടന്നാണ് നന്നായിട്ട് ക്ഷീണിച്ചത്. അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ എടുത്ത് കഴിച്ചു കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ എന്താ പറയുക, പൂരി, അതുപോലെ ബിരിയാണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, ഹോസ്പിറ്റൽസ്, ആംബുലൻസ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടുത്തടുത്തുള്ള ഓരോ പോയിന്റിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10:45 ഞങ്ങൾ അവിടെ നിന്ന് 5:30 ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു പോയിന്റിൽ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് സ്ഥലത്ത് ഫുഡ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. പക്ഷെ നമ്മൾ എവിടെ നിന്നും അധികം ഫുഡ് വാങ്ങിച്ച് കഴിച്ചില്ല. കാരണം നമ്മൾ അത്രയും ദൂരം നടക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതുകൊണ്ട്. അങ്ങനെ തന്നെ ഞാൻ സ്റ്റോളറിന് കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് പോകുന്നതും കുറേ ആളുകൾ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി 2 കിലോമീറ്ററും കൂടി നടന്നാൽ മതി. ഇപ്പോഴേ കാലൊക്കെ നല്ല വേദനയാട്ടോ. ഞാൻ അവസാനം എൻ്റെ ഷൂ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വെറും കാലുകൊണ്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. കാരണം എനിക്ക് ഷൂ നനഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് വേറെ, കാല് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്ന് പോവുകയാണ് ഞങ്ങൾ. ഇപ്പം ഇനി ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലം കാണാമെന്നുള്ളൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദൂരം നടന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ ഏകദേശം 7 മണിക്കൂർ നടന്ന് ഞങ്ങളിവിടെ അമ്പലത്തിൽ എത്താനായി. ഇനിയൊരു 1.5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ അമ്പലത്തിലേക്ക്. നല്ല ഉറക്കം വരുന്നുണ്ട്. നടന്നിങ്ങനെ പോകുമ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞൊക്കെ പോകുന്നുണ്ട്. എത്തിയിട്ടും എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അമ്പലം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഇവിടെ വെച്ചിട്ടാണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പേമാരി പോലെ ഒരു മഴ അങ്ങ് പെയ്തു. നമുക്ക് നടക്കാനും പറ്റുന്നില്ല, കാറ്റടിക്കുകയും ചെയ്യുന്നു. മോളാണെന്നുണ്ടെങ്കിൽ സ്റ്റോളിൽ കിടന്ന് നല്ല ഉറക്കമാണ്, അവളെ നനയാണ്ട് നോക്കണം. ഞങ്ങൾക്കാണെങ്കിൽ നടക്കാനും വേണ്ടി പറ്റാത്തൊരവസ്ഥ. കുറേ സമയം നമ്മളവിടെ സ്റ്റക്കായി നിന്നുപോയി മഴ കാരണം. ഒരു രക്ഷയില്ലാതെ ഒരു 5 മിനിറ്റോളം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തിട്ട് ഇപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ മഴ പെയ്ത സ്ഥലമാണെന്ന് കണ്ടാൽ തോന്നുന്നുണ്ടോ? ആ വെള്ളം മുഴുവൻ ഡ്രൈ ആയി പോയിട്ടാ. അങ്ങനെ ഏകദേശം എത്ര മണിക്കൂറാണ്? 8 മണിക്കൂറിന് ശേഷം ഞങ്ങളിവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് ഒരേപോലെ അങ്ങ് നടന്നു പോരുകയാണെന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇങ്ങോട്ട് എത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരുന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. കാരണം നമ്മുടെ കയ്യിൽ സ്ട്രോളർ ഉണ്ടായിരുന്നു കേട്ടോ. അത് തള്ളി കൊണ്ടുവരിക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു. കാരണം കയറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഒരു ഫോഗി അവസ്ഥയാണ് കേട്ടോ. മൊത്തമായിട്ട് ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വന്നത് റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്താണ്. അവിടെ വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് പോകാമെന്ന് വെച്ചു. കാല് നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 108 അടിയോളം ഉയരമുള്ള ശിവന്റെ ഒരു വലിയൊരു സ്റ്റാച്യു ആണ് കേട്ടോ. അതാണ് ഈ ഗംഗാ തടാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. (2007) ശിവന്റെ ഈ ഒരു വലിയ സ്റ്റാച്യു ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തൊട്ടടുത്ത് തന്നെ ദുർഗാദേവിയുടെ ഒരു സ്റ്റാച്യുവും കൂടി ഉണ്ട്. ഇതേ വലുപ്പത്തിൽ തന്നെയാണ് ഉള്ളത്.
പക്ഷെ ഫോഗ് കാരണം നമുക്ക് അവിടെ ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഈ 2 സ്റ്റാച്ചു ആണ് ഈ ഗംഗാ തളാവിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് ലേക്ക്, ഗംഗാ തളാവ് എന്ന് പറയുന്ന ആ ലേക്ക്. ഇതാണ്. നല്ല തണുപ്പുണ്ട്, ഒരുപാട് ഫോഗൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടയേർഡായിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി കുറച്ച് സമയം. ഇപ്പോഴും ഇവിടെ ഈ സീക്രട്ട് ലേക്കിൽ ആളുകൾ വന്ന് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രെയറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വന്നു തൊഴുതു, അത്രേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇറങ്ങിയാലേ ഞങ്ങൾ എത്തുമ്പോൾ മിക്കവാറും രാവിലെ 11 മണി 12 മണിക്കുള്ളിലെത്തി നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. സമയം ഇത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ പകലുള്ളൊരു രൂപം എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സമയം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 12 മണീൻ്റെ ഉള്ളിൽ നമ്മൾ വീട്ടിലെത്തുള്ളൂ. പക്ഷെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല കേട്ടോ, റോഡിൽ ആരെയും കാണാനൊന്നുമില്ല. ഓരോ സ്ഥലത്തായിട്ട് പോലീസൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സമയം എത്രയാ ചേട്ടാ? 5 മണിയായാ? സമയം 5 മണിയായിട്ടുണ്ട് രാവിലെ. പക്ഷെ നേരെ വെളുത്തിട്ടില്ല. ഞങ്ങളീ പോകുന്ന വഴിയിൽ ശരിക്കും ആരുമില്ല. ലൈക്ക് നേരത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം 5:15 ഇപ്പം അധികം ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്ന് നേരം വെളുത്തു. പക്ഷെ നമ്മൾ പകുതി പോലും എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു 1/4 ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് മഴ പെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായി, നേരം വെളുത്തു. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ പോകുന്ന ഈ റൂട്ടിൻ്റെ ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മൗറീഷ്യസിൽ വന്ന മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഗംഗാ തളാവിലേക്ക് ഒന്ന് നടന്നു പോകണം എന്നുള്ളത്. ആ ആഗ്രഹം ഇവിടെ സാധിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടി കേട്ടോ, കാലിന് നല്ല വേദനയുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. ആൻഡ് ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.